ഹായ് കൂട്ടുകാരെ, ഈ പാത്രം കണ്ടോ? ഈ പാത്രം ഞാൻ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. നിങ്ങൾ കണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് നമുക്ക് ഇന്നൊന്ന് കുക്ക് ചെയ്ത് നോക്കാം. കുക്കിംഗ് റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല, പക്ഷേ ഈ പാത്രത്തിലൊന്ന് കുക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ പാത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓവനിൽ ഉപയോഗിക്കാം, ഇത് നമുക്ക് സ്റ്റൗ ടോപ്പിൽ ഉപയോഗിക്കാം, അതുപോലെ ഇൻഡക്ഷനിൽ ഉപയോഗിക്കാം. ഇതൊരു എന്താ പറയുന്നത്, സ്പേസ് സേവിങ് ആയിട്ടുള്ളൊരു പാത്രമാണ്. ഇത് ഞാൻ 3 എണ്ണം വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇവിടെ ഇരിപ്പുണ്ടേ, ഇത് കണ്ടോ, 3 എണ്ണം. അപ്പോൾ ഇത് നമുക്ക് 3 എണ്ണം കൊണ്ട് ഇങ്ങനെ വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓർക്ക് ഇതിൻ്റെ പിടി എന്ത് ചെയ്യുന്നല്ലേ? അപ്പോൾ ഇതിൻ്റെ പിടി ഇല്ലാതെയാണല്ലോ നമ്മൾ ഓവനിൽ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ പിടി വേണമെങ്കിൽ ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു പിടിയുണ്ട് ഇതിൻ്റെ കൂടെ. കണ്ടോ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് എല്ലാ പാത്രത്തിലും നമുക്ക് ഉപയോഗിക്കാം. ഇത് കണ്ടോ, ഈ പിടി ഇത് സൈഡിലേക്ക്, ഇത് ഏത് സൈഡിൽ വേണേൽ ഉപയോഗിക്കാം. ഇത് കണ്ടോ, നല്ല പാനാണ് കേട്ടോ. ഇത് നമുക്ക് പിടിയില്ലാതെ നമുക്ക് ഓവനിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇത് നമുക്ക് പിടിയില്ലാതെ എടുക്കാം. പിന്നെ നമുക്ക് ഒരുമിച്ച് കുറേ സാധനങ്ങൾ ഒന്നിച്ച് നമ്മുടെ കബോർഡിനകത്ത് നമുക്ക് കൊള്ളത്തില്ലെങ്കിൽ, അതായത് നമ്മുടെ കിച്ചൺ കബോർഡിലൊന്നും സ്പേസ് ഇല്ലെങ്കിൽ നമുക്കത് ഇങ്ങനെ വെക്കാം. കണ്ടോ, ഇതിങ്ങനെ ഒന്നിച്ച് വെക്കാം. കാരണം ഇതിന് പിടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര സ്പേസ് സേവിങ് ആണ്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ ഒന്ന് കുക്ക് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, അപ്പോൾ നമ്മുടെ ഈ ഹാൻഡിൽ ഇങ്ങോട്ടങ്ങ് ഫിറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച കുറച്ച് ചീര ചാറ് കറി വെച്ചായിരുന്നു കേട്ടോ. അതൊന്ന് താളിക്കുന്നേ ചെയ്യുന്നുള്ളൂ. ഞാൻ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കടുകിട്ട് പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ വറ്റൽമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ അതിലേക്ക് ഇടുവാണേ. നമ്മുടെ പാനിൽ കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ ഞാൻ ആ ഹാൻഡിലിട്ട് വെച്ചാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ ഞാനിനി ഇത് കഴുകിയിട്ട് ഞാൻ പറയാം ഇതിനകത്ത് കളർ പോകുന്നുണ്ടോ, ഇതിനകത്ത് മഞ്ഞ കളർ പിടിക്കുന്നുണ്ടോ കറിയുടെ എന്നൊക്കെ നിങ്ങൾക്ക് ഞാനൊരു ഫീഡ്ബാക്ക് തരാം കേട്ടോ. ഇത് കണ്ടോ, പാത്രം കളറും വന്നിട്ടില്ല, കോട്ടിങ്ങും പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. ഞാനിതൊന്ന് കഴുകിക്കൊണ്ട് വരാം. ഇതേ നമ്മളുടെ പാൻ ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഒരു തുള്ളി പോലും മഞ്ഞ കളർ ഇല്ല അകത്ത്, അതുപോലെ പിടിച്ചിട്ടും ഒന്നുമില്ല. നമുക്കറിയത്തില്ല ഗ്രാജുവലി ഇതിൻ്റെ കളർ മങ്ങുമോ, ഇതിനകത്ത് കോട്ടിങ് പോകുമെന്നൊന്നും. പക്ഷെ എന്തായാലും ഒരു പ്രാവശ്യം കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. സോ അടിപൊളിയാണ് കേട്ടോ, നല്ല പാത്രമാണ്. ഗോ ഫോർ ഇറ്റ്. ഇതിൽ നിന്നും വേറൊരു പാൻ എടുത്തിട്ട് ഞാൻ കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തായിരുന്നേ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി കോട്ടിംഗ് ഒന്നും പോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ കളർ മാറുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ കിട്ടുന്നതിൻ്റെ ലിങ്കും UK യിൽ കിട്ടുന്നതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് പോയി വാങ്ങിക്കാം കേട്ടോ. താങ്ക്